വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. മുട്ടയുണ്ടെങ്കിൽ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഓംലെറ്റാണിത്. നമ്മൾ സാധാ ഓംലെറ്റ് പോലെയല്ല. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്രെഡോ അതല്ല ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ആക്ച്വലി ഒരു അഫ്ഗാനി ഓംലെറ്റ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അക്കാര്യം ആരും മറക്കരുത്. ആദ്യം തന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം കപ്പളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് കപ്പളവിൽ പറയുകയാണെങ്കിൽ 1/2 കപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്ര മാത്രമേ പൊടിയായിട്ട് ഇടുന്നുള്ളൂ. നമ്മൾ സാധാരണ ഓംലെറ്റിലൊക്കെ ഇടുന്ന അതേപോലെ തന്നെയാണ്. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ കുക്ക് ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ചതിന് ശേഷം കഴുകിയിട്ട് ഊറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എക്സ്ട്രാ സ്റ്റാർച്ചൊന്നും ഉണ്ടാവില്ല. അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്ത സമയത്ത് ഉരുളക്കിഴങ്ങൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കളറൊക്കെ ചേഞ്ചായി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി മുറിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള കുരു കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വാട്ടറി ആയിപ്പോവും. അതുപോലെ തന്നെ ഈ ഒരു തക്കാളി മുറിച്ച് കഴിഞ്ഞപ്പോൾ 1 കപ്പാണ് മെഷർ ഉണ്ടായിരുന്നത്. മീഡിയം വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കേണ്ടി വരും. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പം തന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലായിടത്തും ഈവണായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 കോഴിമുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അത്രയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ടി വരില്ല. ഇതിൻ്റെ കൂടെ ബ്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. 4 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഫ്ലെയിം ചെറുതായിട്ടാണുള്ളത്. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ. ഞാൻ ഒന്നും കൂടെ മൂടി വെച്ച് അടച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കോഴിമുട്ടേൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കുക. അതിന് മുന്നേ ആയിട്ട് ഞാൻ 2-3 പച്ചമുളക് കീറിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത്രേ പരിപാടിയുള്ളൂ. ഇപ്പോൾ തക്കാളിയിൽ നിന്നുള്ള ആ ഒരു വെള്ളവും അതുപോലെ തന്നെ ഓയിലൊക്കെ മിക്സ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇതിൽ ഒഴിക്കുന്ന ഓയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിലൊന്നും വേണ്ടി വരില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പോളയൊക്കെ നമ്മൾ സെർവ് ചെയ്യില്ലേ, അതുപോലെയാണ് ഇത് സെർവ് ചെയ്യുക. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പാർട്ടിക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. രാവിലെ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കുകയും ചെയ്യരുത്. ഞാനിപ്പോൾ ഇത് ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്